നമസ്കാരം. വിമർശനങ്ങളെയും വീഴ്ചകളെയും തന്റെ രാഷ്ട്രീയ അടവുകൾ കൊണ്ട് വഴിതിരിച്ചു വിടുന്ന പിണറായി മാജിക് ഒരിക്കൽ കൂടി കേരളം കണ്ടു. കേരളത്തിന്റെ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ തുടർന്നുണ്ടായ CPIയുടെ ശക്തമായ എതിർപ്പും രാഷ്ട്രീയ വിവാദവും കത്തി നിൽക്കെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായി മുഖ്യമന്ത്രിയുടെ ഒരു നിർണായക നീക്കം. സാമൂഹ്യക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് 2000 രൂപയായി വർദ്ധിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭ നടത്തിയ പ്രഖ്യാപനം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണോ എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നുണ്ട്. വിവാദ വിഷയമായ PM-ശ്രീ പദ്ധതി പഠിക്കാൻ ഉപസമിതിയെ നിയമിച്ച നടപടി CPIയെ താൽക്കാലികമായി ശാന്തമാക്കിയപ്പോൾ പെൻഷൻ വർധനവ് മുഖേന പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനുള്ള കൗശലവും ഇതിനു പിന്നിലുണ്ട്. മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. വാഴ്ത്തുപാട്ടുകൾ കേട്ടാൽ മനസ്സിൽ സ്വപ്നം കാണാത്തവരായി ആരാണുള്ളത്? അവിടെ ചോദിക്കാനും പറയാനും കൽപ്പിക്കാനും ഒരു പിണറായി മാത്രം കേന്ദ്രസ്ഥാനത്തുള്ളപ്പോൾ അടവുകൾ പ്രതീക്ഷിക്കുക തന്നെ വേണം. എന്നാൽ ഇത് സ്വന്തം മുന്നണിയിലെ പാർട്ടിയെയും പ്രതിപക്ഷത്തെയും എല്ലാവരെയും അടിച്ചമർത്തിയ ഒരു പൂഴിക്കടകനായി പോയി. യഥാർത്ഥത്തിൽ PM-ശ്രീ പദ്ധതിയിൽ ആരോരും അറിയാതെ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് CPI ശരമേറ്റ ഒരു സർക്കാരിനെ എല്ലാവരും കണ്ടു. വലതു സ്വഭാവമുള്ളവരും വാലായി കിടക്കുന്നവരുമായ ഘടകകക്ഷികൾ മൗനം പാലിച്ചപ്പോൾ CPI വാളെടുത്തു. CPI ദുർബലരാണെന്ന് പ്രതിപക്ഷം വാമൊഴിഞ്ഞപ്പോൾ ബിനോയ് വിശ്വത്തിന് ഉശിരുകൂടി. ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഒപ്പം കൂടിയപ്പോൾ CPM ശരിക്കും ചിന്തിച്ചു. CPI ഒഴിഞ്ഞുപോയാൽ ഞങ്ങൾക്കൊരു ചുക്കുമില്ലെന്ന് പറയുന്ന പാർട്ടി അണികളെയും നേതാക്കളെയും ഈ അവസരത്തിൽ CPM-ന് പിന്താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം വരുന്നത് 2 തെരഞ്ഞെടുപ്പുകളാണ്. തദ്ദേശത്തിൽ നിന്നും സ്വധൈര്യം മുന്നോട്ടു പോകുന്ന CPM-നെ പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വെല്ലുവിളി തന്നെയാണ്. കേന്ദ്രത്തിൽ 3ാം മോദി സർക്കാരെങ്കിൽ കേരളത്തിലും 3ാം പിണറായി സർക്കാർ എന്നതാണ് അതിന്റെ ആകത്തുക. അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഈ അവസരത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി CPIയോട് ചർച്ചയ്ക്ക് പോലും സമ്മതിച്ചത്. മുഖ്യന്റെ കറുത്ത കാറും വെളുത്ത കാറുകളും കഴിഞ്ഞ കുറച്ചു ദിവസമായി ഓട്ടപ്പാച്ചിലായിരുന്നു. വിഷയം പറഞ്ഞു തീർക്കുന്നു എന്ന തോന്നൽ പുറത്തു കണ്ട കാഴ്ച മാത്രമായിരുന്നു. കാരണം PM-ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് CPM-ലെ മന്ത്രിമാരടക്കം മുതിർന്ന നേതാക്കൾക്ക് പോലും ദഹിച്ചിരുന്നില്ല. CPIക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ നിഴൽ സഹായം ലഭിച്ചത് CPM-ൽ നിന്നായിരുന്നു. അതെല്ലാം പിണറായി വിജയൻ എന്ന മിന്നൽ പിണറായിക്ക് കൃത്യമായി അറിയാമായിരുന്നു. സൂര്യശോഭയേറ്റു ചലിക്കുന്ന ചന്ദ്രനെ പോലെ കഴിയുന്ന CPIക്ക് ഇത്രയേറെ ധൈര്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് പോലും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചിന്തിച്ചു കാണും. അതേസമയം ബിനോയ് വിശ്വത്തെയും ആരൊക്കെയോ പ്രകോപിപ്പിച്ചിരുന്നു എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. കേരളത്തിലെ സ്കൂളുകളിൽ ഇനിയുള്ള കാലം കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ പഠിപ്പിക്കേണ്ടി വരും. എല്ലാ വാതിലുകളിലും നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ബോർഡ് വരുമെന്ന് വരെ ധരിപ്പിക്കപ്പെട്ടു. ഇതെല്ലാം ഒരു കെണിയാണെന്ന് CPI മന്ത്രിമാർ പറഞ്ഞപ്പോഴും CPI പാർട്ടി നേതൃത്വം അത് അംഗീകരിച്ചില്ല. അത് തന്നെയാണ് നേതൃത്വത്തെ ഇത്രത്തോളം രോഷാകുലരാക്കിയത്. CPM-നോട് എന്നും കട്ടയ്ക്ക് നിന്ന CPI സെക്രട്ടറിമാരായ CK ചന്ദ്രപ്പനും വെളിയം ഭാർഗവനും ശേഷം ഇതെന്ത് സർക്കാർ എന്ന് തുറന്നു ചോദിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞു. CPI ദേശീയ സമ്മേളനത്തിൽ D രാജയെ മാറ്റാൻ ഏറ്റവും കൂടുതൽ കടുംപിടുത്തം നടത്തിയത് കേരള ഘടകമാണ്. കേന്ദ്രത്തിലാവട്ടെ MA ബേബിയും D രാജയും തമ്മിൽ നല്ല ഐക്യത്തിലുമാണ്. അപ്പോഴാണ് കേരള വിഷയത്തിൽ CPI ദേശീയ ജനറൽ സെക്രട്ടറി പരസ്യമായി അഭിപ്രായം പറയുന്നത്. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്ന് D രാജ പ്രസ്താവിച്ചു. ഒരുപക്ഷെ MA ബേബി പ്രസ്താവിക്കേണ്ട കാര്യമാണ് CPI ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഈ പ്രസ്താവനകളുടെ എല്ലാം ആകത്തുക എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ആവനാഴിയിലെ വലിയൊരമ്പ് ഇന്നലെ പിണറായി വിജയൻ പ്രയോഗിച്ചത്. ഒരു വിവാദം കത്തി നിൽക്കിയ ഞൊടിയിടയിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് കുറഞ്ഞ സമയം മാത്രം ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇങ്ങനെയൊരു വമ്പൻ പ്രഖ്യാപനം നടത്താൻ കഴിയുക? അതിനർത്ഥം ഘടകകക്ഷികൾ പോലും അറിയാതെ CPM ഒരു അജണ്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നല്ലേ? അതിൽ ഒന്ന് മാത്രമാണ് നാം ഇന്നലെ കണ്ടത്. നിയമസഭാ സമ്മേളനത്തിൽ വലിയ പ്രഖ്യാപനമായി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പ്രസംഗം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നടത്തി. അതായത് ഒരു വലിയ വീഴ്ചയിൽ നിന്ന് കരകയറാൻ ഒരുപക്ഷെ ഇന്നലത്തെ പ്രഖ്യാപനങ്ങളിൽ ഡോസ് കൂട്ടിയോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. സ്ത്രീകളെയും യുവാക്കളെയും ഒപ്പം പെൻഷൻ വാങ്ങുന്ന വയോജനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് പ്രഖ്യാപനം.
പക്ഷെ അതിന്റെ ഡോസ് PM ശ്രീ വിവാദ പശ്ചാത്തലത്തിൽ കൂട്ടിയിടിച്ചോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ക്ഷേമ പെൻഷൻ ഒറ്റയടിക്ക് 400 രൂപ കൂട്ടിയതിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. തിരിച്ചടി വരുമ്പോൾ അടിച്ചമർത്തുക എന്ന ചിന്തയായിരിക്കാം ഈ പ്രഖ്യാപനത്തിന് പിന്നിലെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്തായാലും നന്ദി പറയേണ്ടത് CPIക്ക് തന്നെയാണ്. ഇടതു പാരമ്പര്യം ബിനോയ് വിശ്വവും കൂട്ടരും ഉയർത്തിപ്പിടിച്ചപ്പോൾ ജനങ്ങൾക്കത് ആവേശമായി, ഒപ്പം ഉപകാരവുമായി. കടക്കണിയിൽപ്പെട്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിടാൻ നിർബന്ധിതരായി എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും കൂട്ടരും പറയുമ്പോൾ അതിന്റെ പതിമടങ്ങായ പ്രഖ്യാപനങ്ങൾക്ക് എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നത് ഒരു വലിയ ചോദ്യമാണ്. ഒരു അപകടം വന്നപ്പോൾ കൂടെ നിൽക്കാത്ത CPIയെ വരും നാളുകളിൽ CPM കാലുവാരിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല. ചുരുക്കത്തിൽ LDFനെ നയിക്കുന്ന മുഖ്യ പാർട്ടി ഒന്ന് ഇരുന്നു പോയപ്പോൾ നിവരാൻ കണ്ടെത്തിയ പ്രഖ്യാപനങ്ങൾ ആ മുന്നണിക്ക് മൊത്തത്തിലാണ് ഗുണം ചെയ്യുക. എന്നാൽ CPI കടുംപിടുത്തം നടത്തിയ PM ശ്രീ പദ്ധതിയിൽ വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പദ്ധതി നിർത്തിവെച്ച് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് CPI ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുകയാണ്. പഠിച്ച് റിപ്പോർട്ട് നൽകാൻ 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയെയും നിയോഗിച്ചു. എന്നാൽ എത്ര പഠിച്ചാലും കേരളത്തിന് ഇനി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ധാരണാപത്രത്തിലെ ഉപാധികളിൽ ഇത് വ്യക്തമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി CPIയെ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന CPI തൽക്കാലം കണ്ണടച്ചു എന്നും പറയാം. PM ശ്രീയെ എതിർത്ത CPI മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട ഉപസമിതി ഈ പദ്ധതി കേരളത്തിന് വേണ്ടെന്ന് തീരുമാനിച്ചാലും ഇനി സംസ്ഥാനത്തിന് ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനാകില്ല. അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണ്. അതായത് സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തെ വേണമെങ്കിൽ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാം കേന്ദ്രത്തിന്. കേരളത്തിന് ഇനി ചെയ്യാവുന്നത് പദ്ധതിയുടെ നിബന്ധനകളിൽ ഭേദഗതി ആവശ്യപ്പെടുക മാത്രമാണ്. പക്ഷെ അത് കേന്ദ്രം അംഗീകരിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നൊരു കാര്യം അവിടെയുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കണമെന്നതടക്കം സുപ്രധാന ഉപാധികളിൽ നിന്ന് കേന്ദ്രം ഒരു ഭേദഗതിക്കും തയ്യാറാകില്ല എന്ന് വളരെ വ്യക്തമാണ്. അതേസമയം കേരളം അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയോ കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നിയമയുദ്ധത്തിലേക്ക് വഴിമാറും. കേരളത്തിൽ വിടരാൻ കാത്തിരിക്കുന്ന BJPക്ക് അത് വലിയ രീതിയിൽ ഗുണം ചെയ്തേക്കാം. ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയും മുമ്പ് ഉപസമിതി എന്ത് തീരുമാനത്തിൽ എത്തും എന്നതിലാണ് വലിയ ആകാംക്ഷയും ക്ലൈമാക്സും ഒക്കെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.